എല്ലാ ദിവസവും പതിവായി രാത്രി ഓതേണ്ട സൂറത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ സൂറത്ത് സൂറത്തു സജദ. ഖുർആനിലെ 32ാമത്തെ സൂറത്താണത്. സജദ സൂറത്ത് ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങാറില്ല. അപ്പോൾ ഈ സൂറത്ത് എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാറുണ്ട്. അപ്പോൾ നമ്മളും ഓതിക്കിടക്കണം. രണ്ടാമത്തെ സൂറത്ത് സൂറത്തു യാസീൻ. ഖുർആനിലെ 36ാമത്തെ സൂറത്താണ് സൂറത്തു യാസീൻ. ഈ സൂറത്ത് രാത്രിയുടെ ആദ്യത്തിൽ ഒരാൾ ഓതിയാൽ രാവിലെ വരെ എളുപ്പം നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ സൂറത്ത് സൂറത്തു ദുഖാൻ. ഖുർആനിലെ 44ാമത്തെ സൂറത്താണത്. രാത്രിയിൽ ഇത് ഒരാൾ ഓതിയാൽ, സൂറത്തു ദുഖാൻ ഒരാൾ ഓതിയാൽ 70,000 മലക്കുകൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലായിരിക്കും രാവിലെ ആവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 70,000 മലക്കളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ ഈ സൂറത്ത് ഓതിക്കിടക്കുന്നത് കാരണമാണ്. നാലാമത്തെ സൂറത്ത് സൂറത്തുൽ വാഖിഅ. ഖുർആനിലെ 56ാമത്തെ സൂറത്താണിത്. എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിഅ ഓതിയാൽ അവർക്ക് ദാരിദ്ര്യം എത്തുകയില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന്. അതുപോലെ 5ാമത്തെ സൂറത്ത് സൂറത്തു തബാറക. ഖുർആനിലെ 67ാമത്തെ സൂറത്താണത്. എല്ലാ രാത്രിയിലും തബാറക സൂറത്ത് ഓതിയാൽ ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹു കാക്കുന്നതാണ്. അഥവാ ഖബർ ശിക്ഷ, ആ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു തആല ആ മയ്യത്തിനെ കാക്കും, ആ ആളെ കാക്കും എന്ന്. 6ാമത്തെ സൂറത്ത് സൂറത്തു സൽസലയാണ്. അഥവാ ഖുർആനിലെ 99ാമത്തെ സൂറത്ത്. ഖുർആനിൻ്റെ 1/4 ഭാഗം ഓതിയ പ്രതിഫലം ഈ സൂറത്തു സൽസല ഓതിയാൽ നമുക്ക് ലഭിക്കും. അതുപോലെ 7ാമത്തെ സൂറത്ത് സൂറത്തു തകാസുറാണ്. ഖുർആനിലെ 102ാമത്തെ സൂറത്താണ് സൂറത്തു തകാസുർ. 1000 ആയത്തോതിയ പ്രതിഫലം ഇതോതിയാൽ നമുക്ക് ലഭിക്കും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഫത്തുൽ മൊയ്ൻ എന്ന കിതാബിൽ ഈ 7 സൂറത്തുകൾ ഓതൽ സുന്നത്താണ് എന്ന്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ഈ 7 സൂറത്തുകൾ ഓതുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. ഇനി രാത്രി നമുക്ക് ഓതാൻ പറ്റിയില്ല, വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ പിറ്റേന്ന് ളുഹറിൻ്റെ മുമ്പ് ഓതിയാലും ഈ ഫലം നമുക്ക് ലഭിക്കും, പ്രതിഫലം ലഭിക്കും. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ സൂറത്ത് പതിവായി ഓതാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.